വെറുതെ നമ്മളൊരു വലിയ സിനിമയിൽ പോയി മൂലയിൽ നിൽക്കുന്നതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഓക്കെ, മുഖം കാണിക്കാനുള്ള ആഗ്രഹമാണെങ്കിൽ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു, മുഖം കാണിച്ചു. അത് ഷോക്കിംഗ് ആണ് നമുക്ക് ആ വീഡിയോ കാണുന്ന സമയത്ത്. ശരിക്കും അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ അവസരങ്ങൾ പോയത്, പ്രതികരിച്ചതിന്റെ പേരിലാണെങ്കിൽ എനിക്കൊരു വിഷമമില്ല. ഇനി അങ്ങനെ തന്നെ പോകും. നമുക്ക് നമ്മളായിരിക്കാനല്ലേ പറ്റുള്ളൂ. ദ കോഡിനൊപ്പം ഇന്ന് അതിഥിയായിട്ടിരിക്കുന്നത് സിജി പ്രദീപാണ്. ഹായ് സിജി. ഹായ്. എന്തുണ്ട്? കുറെ ആയി നമ്മള് ഈ വർഷത്തെ ആദ്യത്തെ കൂടിക്കാഴ്ചയാണ്. അതെ, കൂടിക്കാഴ്ച ആദ്യത്തെ ഇന്റർവ്യൂ കൂടെയാണോ? ഓക്കെ, എന്ന് മിന്നിക്കട്ടെ. ഇപ്പൊ ഇന്നിപ്പോ നമ്മള് കണ്ടതിന്റെ മുമ്പത്തെ ദിവസമാണ് 2025 ഫിലിം ക്രിട്ടിക്സ് അവാർഡ് പ്രഖ്യാപിക്കുന്നത്. അതില് സീത എന്ന കഥാപാത്രമായിട്ട് കഴിഞ്ഞ വർഷം നമ്മളിലേക്ക് എത്തിയിരുന്നു VS അനോജിന്റെ അരിക് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമ എന്നുള്ള രീതിയിൽ ഒരു നേട്ടം കൂടെ കിട്ടിയേക്കാണ്. അത് സന്തോഷം തരുന്നില്ലേ? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് അവാർഡ് സമയത്ത് പ്രതീക്ഷിച്ചിരുന്നു ആ സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടും എന്നുള്ളത്. കാരണം അത്രയധികം അതിനകത്ത് വർക്ക് ചെയ്തൊരു സിനിമയാണ്. എല്ലാവരും, ആ ക്രൂവും പിന്നെ അതിൻ്റെ ടീമും ഒക്കെ അങ്ങനെയായിരുന്നു. അത്ര സ്ട്രോങ് ആയിട്ട് വന്ന ഒരു സംഭവം കൂടെ ആയിരുന്നു. അപ്പം അത് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഇത്തിരി വൈകിയാണെങ്കിലും ഒരു അംഗീകാരം കിട്ടിയെന്ന് പറയുമ്പോൾ സന്തോഷം. സീത എന്നുള്ള ക്യാരക്ടറിൽ ഞാൻ അവസാനമായിട്ട് കണ്ടത് സിജിയെ. അപ്പൊ സീത എന്നുള്ള ക്യാരക്ടർ ഭയങ്കര സ്വാഭാവികതയുള്ള ഒരു സ്ത്രീയാണ്. എനിക്ക് തോന്നുന്നു ഡയലോഗ്സ് പോലും ഇല്ലാതെ എക്സ്പ്രഷനിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് സീത നമ്മളെ. അപ്പൊ ഇർഷാദ് ഖാന്റെ ഭാര്യയായിട്ട് നിങ്ങൾ തമ്മിലുള്ള ഒരു സീനുണ്ട്. ഒരു ബെഡ്റൂമില് നിങ്ങൾ കിടക്കുമ്പോ മോൾക്ക് ഉണ്ടായിരുന്ന ഒരു മോശം അനുഭവത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ സംസാരിച്ചു. അവളെ പുറത്തേക്ക് പഠിക്കാൻ വിടുന്നതിന്റെ ഒരു സംഭവമാണ്. ഒരു കരയുന്ന സീനാണ്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ അവിടെ ഡയലോഗുകളൊക്കെ കൊണ്ട് നിറയ്ക്കാൻ വേണമെങ്കിൽ, പക്ഷെ അതൊന്നും ഇല്ലാതെ എനിക്ക് ആ ഒരു പോയിന്റിൽ സിജി ഇങ്ങനെ കരയുമ്പോൾ എനിക്കത് ഭയങ്കര അയ്യോ ഇങ്ങനത്തെ ഒരു ഫീൽ നമുക്ക് വരത്തില്ല. അങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നു. ശരിക്കും ചെയ്യുന്ന സമയത്ത് ഞാൻ നല്ല ടച്ച് ചെയ്തൊരു സീനായിരുന്നു. ഒന്നാമത്തെ കാര്യം, ആ ഒരു സീതയുടെ കഥാപാത്രം എന്ന് പറയുന്നത് അത്രയധികം ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ ഇയാളൊപ്പം ചെയ്യുന്ന, അയാൾ ഒരുപാട് വലുതാവണം, വലിയൊരാളാവണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് വിദ്യാഭ്യാസം കൊണ്ടൊക്കെ. പക്ഷെ എവിടെ എത്താൻ പറ്റാതെ പോയ ഒരാളാണ്. അപ്പോൾ ആളുടെ ഭാര്യയായിട്ട് വന്നിട്ട് തന്നെ അംഗനവാടി ടീച്ചറാണ് സീത. അപ്പോൾ സീത ആ അംഗനവാടി ടീച്ചറായി നിന്നുകൊണ്ട് തന്നെ അവരതിനകത്ത് പറയുന്നുണ്ട്, ചേട്ടന് ജോലി ഇല്ലായിരുന്ന സമയത്ത് നമ്മൾ ജീവിച്ചില്ലേ സന്തോഷമായിട്ട്, അപ്പോൾ ഇനിയും അങ്ങോട്ട് പോവും. മകളെ വേറൊരിടത്ത് അയച്ച് പഠിപ്പിക്കുമ്പോൾ അതിനുള്ള സാമ്പത്തികം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ബന്ധുക്കളുടെയും സമൂഹത്തിൻ്റെയൊക്കെ ഞങ്ങൾ ജീവിക്കും, ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്കും എത്താൻ പറ്റിയില്ല, പക്ഷെ നമ്മുടെ മകളെങ്കിലും എത്തട്ടെ എന്നുള്ളൊരു. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് അമ്മമാരുടെയും സ്വന്തം മക്കളിൽ പ്രതീക്ഷ വെക്കുന്ന അമ്മമാരുടെയും ഒക്കെ ഒരു മൈൻഡ് ആ സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കേട്ട കഥകളും അല്ലെങ്കിൽ നമ്മൾ കടന്നു വന്ന വഴികളിലൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം അതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കത് നന്നായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കഥാപാത്രം വായിക്കുമ്പോഴും അതുപോലെ തന്നെ അത് ചെയ്യുമ്പോഴും എന്താ പറയുക, സനോജേട്ടൻ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അത് കൊടുക്കാൻ പറ്റണമെന്നുണ്ടായിരുന്നു. കൊടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കണം. ഇപ്പൊ സീതയെ കുറിച്ച് പറയുമ്പോൾ തന്നെ സിജിയുടെ കണ്ണ് നിറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് സിജി എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണ് എന്നുള്ളത്. 2020 സിജിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. പ്രത്യേക ജൂറി പരാമർശമായിരുന്നു ഭാരതപ്പുഴ എന്ന സിനിമയിൽ സുഗന്ധി എന്ന കഥാപാത്രം. ശരിക്കും സ്റ്റേറ്റ് അവാർഡിന് മുമ്പും പിൻപും എന്നുള്ള രീതിയിൽ കരിയറിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സ്റ്റേറ്റ് അവാർഡിന് ശേഷം കുറച്ചധികം സിനിമകൾ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ് അവാർഡ് ഭാരതപ്പുഴ എൻ്റെ 4ാമത്തെയോ 5ാമത്തെ സിനിമയാണ്. അപ്പം ഞാൻ ഏകദേശം 21ഓളം സിനിമകൾ ചെയ്തു. അപ്പോൾ അതിലൊരു ഭാഗം ഭാരതപ്പുഴ ചെയ്തതിൻ്റെ ഇതിലും കൂടി ക്രെഡിറ്റ് അതിനും കൂടി കൊടുക്കണം. കാരണം ആ സിനിമ വൈഡ്ലി റിലീസായില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവ്യൂസ് വന്നു, അതിനെക്കുറിച്ച് ഒരുപാട് വന്നു. പ്രിവ്യൂവിന് ശേഷം ഒരുപാട് റിവ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിലൂടെ അറിഞ്ഞിട്ട് ചില സിനിമയിലേക്ക് ക്ഷണിച്ച അവസരങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ ആ ഒരു കഥാപാത്രമായ എഴുത്തിന് കൊടുത്തൊരു ഇമ്പോർട്ടൻസ് എല്ലാത്തിലും എനിക്ക് തോന്നുന്നു, ഒരുവിധ മാധ്യമത്തിലും ഭാഷാഭൂഷണി അങ്ങനെയുള്ള എല്ലാത്തിലും അതിനെക്കുറിച്ചുള്ള വൈഡ്ലി റിവ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. KG ഒക്കെ എഴുതിയ നല്ല റിവ്യൂസ് കേട്ടിട്ട്. അപ്പോൾ എല്ലാവരും സുഗന്ധി എന്ന് പറയുന്ന കഥാപാത്രം ചെയ്ത ഒരാളെ എനിക്ക് ശരിക്കും തോന്നുന്നു, എനിക്ക് ഏറ്റവും ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞ് വരെ എഴുതിയ ആളുണ്ട്. ഫസ്റ്റത്തെ സിനിമയാണ് ഈ സിജി പ്രദീപിൻ്റെ ഫസ്റ്റത്തെ സിനിമ എന്ന് പറഞ്ഞ് എഴുതിയ റിവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ ഒരു പാസ്റ്റ് ഹിസ്റ്ററി ആ സിനിമയിലൂടെ റിവീലായി. എങ്കിലും നമ്മൾ ഈ സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് അംഗീകാരങ്ങളും ആ ഒരു സമയത്ത് നമ്മൾ ലൈം ലൈറ്റിൽ നിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും നമുക്കൊരു ഐഡന്റിറ്റി ക്രൈസിസ് എപ്പോഴെങ്കിലും നേരിട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാനത് മുമ്പ് എനിക്ക് തോന്നുന്നു പല ഇൻ്റർവ്യൂവിലും സൂചിപ്പിച്ചിട്ടുണ്ടാവും.
ഒരു പക്ഷേ ഭാരതപ്പുഴ എന്ന് പറയുന്ന മൂവി വൈഡ്ലി റിലീസാവാത്തത് കൊണ്ടായിരിക്കും. പക്ഷെ ഭാരതപ്പുഴ എന്ന പേര് പറഞ്ഞിട്ട് സിജി പ്രദീപ് എന്ന് പറയുമ്പോൾ ഓക്കെ അതിലുണ്ടായിരുന്ന അത് കേട്ട ആൾക്കാരുണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്, കുറേ പേര് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. അതല്ലാത്തവർക്ക് ഇപ്പോഴും എനിക്കറിയില്ല ഒരു സിജി പ്രദീപ് എന്ന്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇളയരാജ് ഞാൻ അതിനു മുമ്പ് ചെയ്ത സിനിമയാണ് മാധവ രാംദാസ് സാറിൻ്റെ. അതിലൊരു നല്ല അതിലൂടെ അറിയുന്ന അത് എനിക്ക് തോന്നുന്നു റിലീസായതിന് തിയേറ്ററിൽ വന്നതിന് ശേഷം ഇപ്പോൾ ചാനലുകൾ വന്നപ്പോഴാണ് പെട്ടെന്ന് എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ആൾക്കാർ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചെയ്ത കുറേ സിനിമകളിൽ ഇപ്പോൾ എന്താ പറയുക വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ പോലും എവിടെയോ അങ്ങനെ ഒന്നും തോന്നുന്നുണ്ട്. കൂടുതലായിട്ട് പാരലൽ സിനിമകളിലാണ് സിജിയെ നമ്മൾ കണ്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്ന ആർട്ടിനോട് ഇച്ചിരൂടെ ചേർന്ന് നിൽക്കുന്ന മനുഷ്യരെപ്പോഴും പാരലൽ സിനിമകളുടെ ഭാഗമാവാറുണ്ട്. കാരണം അവർക്കൊരു മോണിറ്ററി ബെനിഫിറ്റ്സ് പോലും അവർക്ക് സെക്കൻഡറി ആയിരിക്കും, അവർക്ക് പെർഫോം ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. ഇന്ന് ഈ സിനിമകൾ, ഇത്തരത്തിലുള്ള സിനിമകൾ മാറ്റി നിർത്തുക എന്നൊരു കാര്യം ഉണ്ട് ശരിക്കും. അതായത് നമ്മുടെ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ വലിയ ഇൻഡസ്ട്രിയാണ്, ബിഗ് ബഡ്ജറ്റ് സിനിമകളാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിനിടയിൽ ചെറിയ ബഡ്ജറ്റിൽ ഇങ്ങനെ കണ്ടന്റ് വാല്യൂ ഉള്ള സിനിമകൾക്ക് വേണ്ട ശ്രദ്ധ കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് ശരിക്കും തോന്നുന്നത് ഇപ്പം അങ്ങനെയുള്ള സിനിമകളാണ് വിജയിക്കുന്നതെന്നാണ് തോന്നുന്നത്. കാരണം ഒരു സമയത്ത് ആക്ഷൻ സിനിമകളും അങ്ങനെ വലിയ വലിയ സ്ഥലങ്ങളിൽ ഒത്തിരി പ്രൊഡക്ഷൻ കോസ്റ്റ് വന്ന സിനിമകളാണ് ജനങ്ങൾ കണ്ടിരുന്നത്, തിയേറ്റർ റിലീസിലൂടെ വന്നിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ സിനിമ ചെയ്ത് അത് വിജയിപ്പിക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. അപ്പം ബഡ്ജറ്റിലല്ല കണ്ടന്റിലാണ് കാര്യമെന്ന് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞ പോലെയുണ്ട്. പിന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണെങ്കിലും മാറി. വളരെയധികം ഒരു എന്താ പറയുക കാൽപ്പനികമായ രീതിയിൽ കണ്ടിരുന്ന ആൾക്കാർ റിയാലിറ്റിയെ കൂടുതൽ കാണാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോഴും ഒരു ഫാമിലിക്കുള്ളിലായാലും അല്ലെങ്കിൽ ഒരു ഓഫീസിൻ്റെ ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് ആൾക്കാർ അതിനകത്ത് റിലേറ്റീവ് ആകുന്നുണ്ട്. റിലേറ്റീവ് ആകുമ്പോൾ ആൾക്കത് കാണാനും അതല്ലെങ്കിൽ കൂടുതൽ ആസ്വദിക്കാനും ഒക്കെ പറ്റുന്നുണ്ടാവണം. അപ്പം അതുപോലെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫെസ്റ്റിവലുകൾ വന്നു. ഈ ഫെസ്റ്റിവലുകളുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സിനിമകൾക്കാണ് അവിടെ കൂടുതൽ സാധ്യത വരുന്നത്. അപ്പോൾ പ്രേക്ഷകരിലേക്ക് അത് സിനിമകൾ എത്തും. കുറേ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഒരു ഫിലിം സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള ഫെസ്റ്റിവലാണ്, അല്ലെങ്കിൽ വേറൊരു ഇപ്പോൾ കോളേജ്, ഇപ്പോൾ തിരൂർ കോളേജൊക്കെ സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിവൽ, അങ്ങനെയൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ സ്പേസിലേക്ക് ഫെസ്റ്റിവലുകളിലൂടെ ഇങ്ങനത്തെ സിനിമകൾ വരുമ്പോൾ അതിന് പ്രേക്ഷകർ കാണുന്നു. അപ്പോൾ അതിലൂടെ പിന്നെ മൗത്ത് പബ്ലിസിറ്റിയാണ് വരുന്നത്. ആ സിനിമ ഉണ്ടായിരുന്നു, അപ്പോൾ അത് പിന്നെ എവിടെ കാണാം എന്നുള്ള ഇതിലാവും. പിന്നെ അത് OTT-യിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി അതിന് വാലിഡിറ്റി കിട്ടും. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് തോന്നുന്നു ചെറിയ സിനിമകളെ ഒരു സമയത്ത് പാരലൽ സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭാഗത്തിന് മാത്രമേ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ അത് ബുദ്ധിജീവി സിനിമ ആണ് എന്നുള്ളൊരു രീതി ഉണ്ടായിരുന്നത്. ഇപ്പം അത് മാറിയെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം അത് മാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടി. എപ്പോഴും ഭയങ്കര ഫാൻറ്റസൈസ് ചെയ്യുന്നതല്ലാതെ റിയാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്യാനും കാണാനും ഉള്ളൊരു ക്യൂരിയോസിറ്റിയൊക്കെ പ്രേക്ഷകർക്ക് കൂടിയെന്ന് എനിക്ക് തോന്നുന്നു. സുഗന്ധിയെ ഇഷ്ടപ്പെട്ട ആൾക്കാർ എഴുത്തിലൂടെ അതിനെക്കുറിച്ച് പറയുമ്പോഴേ അപ്പൊ എനിക്ക് തോന്നുന്നു സിനിമ ഭാരതപ്പുഴ കാണാത്തവർക്ക് അത് കാണാനൊരു ആഗ്രഹം ഉണ്ടാവും. തീർച്ചയായും. സുഗന്ധി എന്നുള്ളത് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ വേഷമാണ്. ആ സിനിമയിൽ എന്താണ് സിജി ചെയ്തു വെച്ചിരിക്കുന്നത്? അതായത് സ്റ്റേറ്റ് അവാർഡ് പോലെ ഒരു അവാർഡ് അന്നാബന്റെ കൂടെ ആയിരുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സിനിമ എന്തുകൊണ്ടാണ് OTT ആണെങ്കിലും അല്ലെങ്കിൽ വേറെ സംവിധാനങ്ങൾ, ഇപ്പൊ തിയേറ്റർ ഉണ്ട്, എന്തുകൊണ്ടാണ് ഈ ചെറിയ സിനിമകൾ എന്ന രീതിയിൽ ഇവർക്കത് മാർക്കറ്റ് ചെയ്യാൻ പറ്റാത്തത്? ഒന്ന്, തിയേറ്റർ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് പ്രൊഡ്യൂസേഴ്സ് തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു എല്ലാ സിനിമകളും ഇങ്ങനെ ചെറിയ സിനിമകൾ വരുമ്പോൾ വിജയിക്കോ ഇല്ലേ എന്നറിയാനുള്ളൊരു സാധനമുണ്ട്. തിയേറ്റർ കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും ഭാരതപ്പുഴയുടെ ഇതിലെന്ന് പറയുന്നത് അതിൻ്റെ മുഴുവൻ എഫേർട്ടും ഡയറക്ടറായ മണിച്ചേട്ടനാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് റിലീസ് ചെയ്യിക്കാനൊക്കെ. ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം അത് തൃശ്ശൂർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് പ്രേക്ഷകർ കാണുകയും ഒക്കെ ചെയ്തു. അതുപോലെ തന്നെ പലയിടങ്ങളിൽ വലപ്പാട് ഫെസ്റ്റിവൽ അങ്ങനെയൊക്കെ വന്ന സമയത്ത് ഇത് കുറേ വന്നിട്ടുണ്ട്. പക്ഷേ പിന്നെ ഒരു സാധ്യത എന്ന് പറയുമ്പോൾ ഇപ്പം വർഷങ്ങൾ കുറച്ച് കഴിഞ്ഞു, അപ്പോൾ അത് പ്രേക്ഷകരുണ്ടാവോ ഇല്ല എന്നൊക്കെയുള്ളൊരു സംശയത്തിൻ്റെ ഇതുണ്ട്. പിന്നെ അതിൻ്റെ പിന്നാലെ നിൽക്കാനൊരു എഫേർട്ട് എടുത്ത് എനിക്ക് തോന്നുന്നു ഇപ്പം മണിച്ചേട്ടൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഒരാളായിരുന്നില്ല, ഒന്നിലധികം പേര് ചേർന്നിട്ട് ചെയ്തൊരു വർക്ക് ഇത് ആയിരുന്നു. അപ്പം അങ്ങനെയൊക്കെ അത് എത്താതെ പോയതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ബിഗ് ബഡ്ജറ്റ് സിനിമകളിലൊക്കെ ഒരു പക്ഷേ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ സെക്കൻഡ് ആർട്ടിസ്റ്റായിട്ട് വരുന്ന ആൾക്കാർക്ക് കൃത്യമായ സ്പേസ് കിട്ടാതെ അവരുടെ ബേസിക് സാധനങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടിയിട്ട് പല ആൾക്കാരും അത് കോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ചെറിയ ബഡ്ജറ്റിൽ ഇത്രയും പാരലൽ സിനിമകൾ, എനിക്ക് തോന്നുന്നു കാട്ടിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് സിജിക്കാണെങ്കിലും. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പൊ നമ്മൾ സ്ത്രീകളാണ്,
അപ്പൊ ഇങ്ങനെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്, അതിനൊക്കെ സാധിക്കാറുണ്ടോ? അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലാണോ? ചിലയിടത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ചിലയിടത്ത് അതിന് വേണ്ടിയിട്ടുള്ള ഇതുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ WCC ഒക്കെ വന്നു, അല്ലെങ്കിൽ നമുക്കുള്ള ആവശ്യങ്ങളൊക്കെ പറയാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ചിലത് ഈ ബഡ്ജറ്റ് കുറയുന്ന സിനിമകൾക്ക് ഒരു ക്രൂ അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ അതൊരു വേറൊരു ഭാഗമാണ്. ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുള്ള സിനിമകളിൽ ആ ക്രൂ മുഴുവനും എങ്ങനെയെങ്കിലും ഒരു നല്ല വർക്ക് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഫാമിലി ആയിരിക്കും. അപ്പം അതിനകത്ത് കുറേ പ്രശ്നങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറ്റുന്നില്ലെങ്കിൽ പോലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. കാരണം നമുക്ക് അവരുടെ ഒരു ഭാഗമാവാൻ തോന്നും. നമ്മളിപ്പോൾ നമുക്ക് വേറൊരു പ്രയോറിറ്റി വേണം എന്ന് നമ്മൾ പറയില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ മാക്സിമം നോക്കാറുണ്ട്. ഈവൻ നല്ല ബഡ്ജറ്റുള്ള സിനിമകളിൽ പോലും അതെൻ്റെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു വർക്കിൽ ഞാൻ പങ്കെടുക്കുന്ന സമയത്ത് ഇപ്പം എന്നെയൊന്നും അങ്ങനെയല്ല കാണുന്നതെങ്കിൽ പോലും ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വരുന്ന ആൾക്കാർ അവർ ട്രീറ്റ് ചെയ്യുന്നത് ഒരു 10-30ഓളം സ്ത്രീകളുള്ളിടത്ത് ഒരു മൊബൈൽ ടോയ്ലറ്റ് പോലും ഇല്ലാത്ത അവസ്ഥ. അത് കാർഡായതുകൊണ്ട് അവർ ഓക്കെ, അല്ലെങ്കിൽ അവരത് ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയറിലായതുകൊണ്ട് അവരെങ്ങനെയെങ്കിലും മാനേജ് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കും അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മളവിടെ പറയുമ്പോഴത്തേക്ക് ആരും ചെവി കൊടുക്കാത്ത അവസ്ഥയും വന്നിട്ടുണ്ട്. അതെങ്ങനെ മാറ്റണമെന്ന് വെച്ചാൽ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിവാദമാവും, പ്രശ്നങ്ങളാവും, അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളൊരു. പക്ഷെ ചിലടത്ത് അങ്ങനെ സംഭവിക്കുന്നതാണ് കേട്ടോ. കാരണം ഒരാളാണ് അതിൻ്റെ പിന്നിലെങ്കിലും ഓക്കെ, അല്ലല്ലോ, ഇത് കുറേ പേര് ചേർന്നിട്ടാണ് ഒരു സിനിമ ഉണ്ടോന്ന്, ഒരുപാട് പേരുടെ അന്നമാണ്. അപ്പം ചിലരുടെയൊക്കെ സ്വാർത്ഥതയോ അല്ലെങ്കിൽ അവരുടെ ഒരു ഡോമിനേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ടാവും. പിന്നെ ഇതുപോലെയാണ്, അതായത് ഒന്നിലധികം തവണ നമ്മൾ അതിനെതിരെ പറഞ്ഞു കഴിയുമ്പോൾ അവള് പ്രശ്നക്കാരിയാണ്, സ്വന്തം കാര്യം നോക്കിയാൽ പോരെ എന്നൊക്കെയുള്ള ഡയലോഗുകളും കേട്ടിട്ടുണ്ട്. തനിക്ക് ആ പ്രശ്നമില്ലല്ലോ, അത് അവരുടെ കാര്യം അവർ നോക്കിക്കൊള്ളും, അല്ലെങ്കിൽ അവരെ കൊണ്ടുവന്നവർ നോക്കിക്കൊള്ളും എന്നൊക്കെ പറയുന്ന അഭിപ്രായങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുറെ കൂടെ എനിക്ക് തോന്നുന്നു ശ്രദ്ധിക്കുന്നുണ്ടാവും, ആ മാറ്റമുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയ ചില സന്ദർഭങ്ങളിൽ ഭയങ്കര അനുഗ്രഹം എന്ന് പറയില്ലേ, അത് ഇങ്ങനെ ഒരു കാര്യങ്ങളിൽ എനിക്ക് തോന്നാറുണ്ട്. കാരണം നമ്മളൊരു പരാതി പോയി പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു പോലീസ് പോലീസിൽ അല്ലാത്ത എന്ത് കാര്യങ്ങളിലും നമ്മൾ എവിടെയെങ്കിലും അതിന് പറ്റിയൊരു അതോറിറ്റി പോയി നമ്മൾ അതിന് പരാതി കൊടുത്താൽ ഒരു പക്ഷേ കിട്ടാത്ത നീതി ഒരു ദിവസം സോഷ്യൽ മീഡിയയിലൂടെ ഇതൊന്ന് പറഞ്ഞാൽ കിട്ടും. ഏറ്റവും നല്ല ഉദാഹരണം ഇപ്പോൾ കൊല്ലത്ത് ആ വൃദ്ധനെ പാട്ടിടിയിട്ട് ഡാൻസ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എടുത്തടിച്ചതാണത്. ഒരുപക്ഷെ ആ ഒരു നാട്ടുകാരോ അല്ലെങ്കിൽ ഒരൊറ്റ മനുഷ്യൻ പോലും അത് എണീക്കില്ല. ഷോക്കിംഗ് ആണ് നമുക്ക് ആ വീഡിയോ കാണുന്ന സമയത്ത്. അപ്പം വസ്ത്രത്തിൻ്റെ രീതിയിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്ഫിറ്റ് കണ്ടിട്ട് നമ്മുടെ കലയിൽ പോലും ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിൽ പ്രതികരിക്കാൻ ആരും സ്വന്തം വീട്ടിൽ അച്ഛനാണ് വേറൊരാൾ അടിച്ച് വന്ന് നോക്കുമോ, നമ്മൾ നിൽക്കില്ല. പക്ഷെ അങ്ങനെ ഒരു മനുഷ്യനത്ത് സംഭവിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഷോക്കിംഗ് ആണ്. അത് എവിടെ എത്തില്ലാതെ പോവുമായിരുന്നു ആ കേസോ, അയാളൊന്നും പറ്റില്ല. പക്ഷെ സോഷ്യൽ മീഡിയ വന്നപ്പോൾ എന്തായി, ചേഞ്ചായി. ആ വൈകിയാണെങ്കിൽ ആ മനുഷ്യനെ നീതി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ നമ്മൾ പ്രതികരിക്കേണ്ടി വന്നാലും ചിലപ്പോൾ ആ സമയത്ത് കിട്ടിയില്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് പ്രതികരിച്ചതിന്റെ പേരിൽ എപ്പോഴെങ്കിലും ഒപ്പം നിൽക്കുന്ന ആൾക്കാർ സിജി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടരുത്, അത് കേട്ടിട്ടുണ്ട് കേട്ടോ, കൂടി നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അത് കൂടെ നിൽക്കുന്നവരും ഉണ്ട്, പുറത്തായിരിക്കും. അതെ അതെ, ചിലര് പറഞ്ഞോടാ ഉണ്ടായിരുന്നൂടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ശരിക്കും അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ അവസരങ്ങൾ പോയതുണ്ട്. പക്ഷെ ആ സമയത്ത് ഞാൻ അറിയില്ല, കുറച്ച് കഴിയുമ്പോൾ പറയും ഇങ്ങനെ സിജി വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പ്രതികരിച്ചു തീർച്ചയായും ഉണ്ടാവും. അത് പിന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് മനസ്സിലായതുകൊണ്ടാണ്. കുറെ അങ്ങനെയുള്ള അവസരങ്ങൾ പോയ സമയത്ത് എനിക്ക് മനസ്സിലായി, ഞാൻ ഓക്കെ കുഴപ്പമില്ല, ഇപ്പൊ എന്തായാലും പ്രതികരിച്ചതിന്റെ പേരിലാണെങ്കിൽ എനിക്ക് ഒരു വിഷമമില്ല, ഇനി അങ്ങനെ തന്നെ പോകും, നമുക്ക് നമ്മളായിരിക്കാനല്ലേ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഒരുപാട് നല്ല സിനിമകളും നല്ല കഥാപാത്രങ്ങളും ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ നമ്മുടെ ഇടയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ആ സിനിമകളുടെ ഭാഗമാവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല, കഥാപാത്രങ്ങളാവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ സിജി എന്നുള്ള ഒരു ആക്ടർ സ്വയം എപ്പോഴെങ്കിലും വിലയിരുത്താറുണ്ട്, എന്തുകൊണ്ടാണ് അതിലേക്ക് വരാഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ആ സ്പേസിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് എപ്പോഴെങ്കിലും വിലയിരുത്തപ്പെട്ടിട്ടുണ്ടോ ഉള്ളില്? ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ. ശരിക്കും ഒരു പക്ഷേ ഒന്നാമത്തെ കാര്യം, എനിക്കങ്ങനെ വലിയ സുഹൃത്തുക്കളൊന്നും സിനിമയിൽ ഇപ്പോഴും ഇല്ല. രണ്ട്, ഞാൻ കുറച്ച് റിസർവ്ഡ് ആണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ നമ്മളൊരു വലിയ സിനിമയിൽ പോയി മൂലയിൽ നിൽക്കുന്നതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഓക്കെ, മുഖം കാണിക്കാനുള്ള ആഗ്രഹമാണെങ്കിൽ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു, മുഖം കാണിച്ചു. ഞാൻ ബേസിക്കലി ഒരു തിയേറ്റർ ആർട്ടിസ്റ്റും കൂടിയാണ്. അപ്പം ഞാൻ വിചാരിക്കുന്ന ഒരു സീനാണെങ്കിൽ പോലും എന്തെങ്കിലും ഒന്ന് എനിക്ക് ചെയ്യാനുണ്ടാവണം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ അതെന്നെ ബാക്ക്വേർഡ് ആക്കാറുണ്ട്. പോയിട്ട് പിന്നെ അവസരം ചോദിക്കുന്നൊരു സമയം, ഇപ്പോൾ ഓഡീഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാണാറുണ്ട്. ഇങ്ങനെ ഓഡീഷൻ കോളുകൾ ഇങ്ങനെ ഇഷ്ടംപോലെ വരാറുണ്ട്. ഇതിൽ ആദ്യം ശരിക്കും പറഞ്ഞാൽ 1-2 ഓഡീഷൻ ഞാൻ പോയിട്ടുണ്ട്. ആദ്യമല്ല, കഴിഞ്ഞ വർഷമൊക്കെ 1-2 എണ്ണത്തിന് ഞാൻ പോയപ്പോൾ
അവിടെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നമ്മുടെ ഇത്രയും വലിയ പ്രൊഫൈൽ നമ്മൾ കൊടുത്തിട്ട് ഞാൻ നടിയാണെന്ന് ഞാൻ വിചാരിച്ചിട്ടല്ല ഞാൻ പോകുന്നത്. നമുക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് ഓക്കെ നമ്മൾ കഴിവുണ്ടെങ്കിൽ എടുത്താൽ മതി എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അവിടെ നിന്ന് കിട്ടുന്ന ഒരു നെഗറ്റീവ് എനർജി ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് എനിക്ക് 1-2 ട്രോമയുണ്ട് സത്യമായിട്ടും. അത് ഞാൻ ഇപ്പോൾ പറയാമല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഇതിനകത്തേക്ക് കയറി ഒരു മീഡിയ വിളിച്ചതിൻ്റെയാണ്. അപ്പം ക്യാരക്ടറിന് നോക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിളിക്കുന്നത്. അപ്പം ഞാൻ ചെല്ലുന്നു. ഇപ്പോൾ ചെറിയ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു റൂമാണ്, കുറേ പേര് നിരന്നിരിക്കുക. എനിക്കങ്ങനെ അത് ഡയറക്ടർ എനിക്ക് ആരും മനസ്സിലായില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നിരന്നിരിപ്പുണ്ട്. എന്നിട്ട് ഈ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു വലിയ ക്രൂ ഇങ്ങനെ ചുറ്റും, നമ്മൾ ഈ ജോലിക്കൊക്കെ ഇൻ്റർവ്യൂവിന് പോകുന്ന പോലെ. എന്നിട്ട് പുറത്തുനിന്ന് എനിക്കൊരു ഇത് ലിസ്റ്റ് തന്നു, ഇത് വായിച്ച് നോക്കിയിട്ട് ക്യാരക്ടർ. അപ്പോൾ ഞാൻ ഓക്കെ ആ ക്യാരക്ടറിന് വേണ്ടി സിറ്റുവേഷൻ സാധനങ്ങളൊന്നും അതിനകത്തില്ല, എന്നാലും നമ്മുടേത് മനസ്സിൽ നിന്ന് വരുന്നതാണ് ചെയ്യണം. അപ്പോൾ എൻ്റെ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തരുന്ന പേപ്പറിൽ ഉള്ളൊരു കഥാപാത്രം, അതിൻ്റെ ഡയലോഗ്, 1-2 സിറ്റുവേഷൻ സ്വയം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മളത് അവതരിപ്പിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അതായിരിക്കുമോ ആ ഫുൾ ഫിലിമിൽ വരുന്ന സിറ്റുവേഷനും ആ കഥാപാത്രത്തിൻ്റെ അതായിരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരിക്കില്ല ചിലപ്പോൾ. അപ്പം നമുക്ക് നമ്മുടെ രീതിയിലുള്ളതാണ് ചെയ്യുന്നത്. ശരിക്കും അല്ലാത്തൊരു സ്ഥലത്തെന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാം, ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ടോ അല്ലെങ്കിൽ കഥ കേട്ടിട്ടോ ഈ കഥാപാത്രം ഫുള്ളി ഇങ്ങനെയാണ്, ഇന്ന സ്ഥലത്ത് നമ്മളോട് ഇന്നതാണ് വേണ്ടതെന്ന് ഡയറക്ടർ പറയും, നമ്മൾ അതിനനുസരിച്ച് ബിഹേവ് ചെയ്യും. അല്ലാത്തടത്ത് നമ്മൾ മൈൻഡിലൂടെയാണ് പോണത്. അപ്പം നമുക്ക് അറിയില്ല ഡയറക്ടർ എന്താ വിചാരിച്ചിരിക്കുന്ന ഈ കഥാപാത്രത്തിനെ കുറിച്ച്, എങ്ങനെ ബിഹേവ് അല്ലെങ്കിൽ എങ്ങനെ ഡയലോഗ് പറയണമെന്നൊന്നും അറിയില്ല. നമ്മളത് ചെയ്യാൻ തയ്യാറാവാണ്. അത് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവർ വേറെ പറയണം ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ, എന്തെങ്കിലും ഒന്ന് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ അതറിയില്ല. പിന്നെ നോർമലി പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ അഭിനയം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ അങ്ങനെ അല്ല. സോ അങ്ങനത്തെ ഇതുണ്ട്. അതിൽ 1-2 സ്ഥലത്ത് കളിയാക്കുന്ന പോലെ സംസാരിക്കുന്നുണ്ടാവും ഈ നിന്നിട്ട്. അപ്പം തന്നെ നമ്മുടെ ഫുൾ നെർവസ് ആവും നമ്മൾ. എനിക്കൊന്നും അറിയില്ല, എത്ര നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു ആക്ട്രസ് ആണെങ്കിൽ പോലും കുറേ പേര് നിന്നിട്ട് ആ ചെയ്യൂന്ന് പറയുമ്പോൾ റാഗ് ചെയ്യുന്ന പോലത്തെ ഫീലില്ലേ, ശരിക്കും അങ്ങനത്തെ ഫീൽ ഉണ്ടായിട്ടുണ്ട് 1-2 ഓഡീഷനിൽ. അതോടുകൂടി പിന്നെ ഓഡീഷന് വിളിക്കുമ്പോൾ തന്നെ ഞാൻ പറയാം, ചേട്ടാ എന്തെങ്കിലും എനിക്ക് അറിയാമെങ്കിൽ തന്നെ ചിലപ്പോൾ ഇങ്ങനെ ഒരു ഇതിൽ വരുമ്പോഴത്തേക്ക് എനിക്ക് ചിലപ്പോൾ പെർഫോം ചെയ്യാൻ പറ്റില്ല എന്ന് വരും. അത് ഒന്നുണ്ടാക്കുന്നത് എനിക്കൊരു നെഗറ്റീവാണ്. എനിക്ക് സ്വയം എന്നെക്കുറിച്ച് പിന്നെ ഒരു പോസിറ്റീവ് എനർജി ഇല്ലാണ്ട് വരും. അപ്പം ഞാൻ എന്തിനാണ് വെറുതെ എന്നെ അവിടെ കൊണ്ടുപോയി മോശമാക്കുന്നത്. ഇവിടെ പിന്നെ ചോദ്യം ഉണ്ടാവും, 10-20 സിനിമയൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇതാണോ ചെയ്തത്, ഈ ക്വസ്റ്റ്യൻ ഉണ്ട്, ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യൻ ഞാൻ കേട്ടിട്ടുണ്ട്. വലിയ നടിയാണെന്നുള്ള ഭാവം ഉണ്ടോ എന്തൊക്കെയുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമ്മളോട് ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ തന്നെ പെട്ടെന്ന് നമ്മൾ മുഖം ചേഞ്ച് ആവും. എഡീസും എല്ലാവരും ഉണ്ടാവും തോന്നുന്നുണ്ട്. എല്ലാവരും ഉണ്ട്, എഡീസും എല്ലാവരും ഉള്ള സാധനങ്ങളുണ്ട്. പിന്നെ അല്ലാതെ 1-2 അടുത്തടുത്ത് പോയിട്ട് എന്താ പറയുക IOCG പിന്നീട് പറയാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴും പിന്നെ കുഴപ്പമില്ല. ഓൺ ദ സ്പോട്ട് ഇങ്ങനത്തെ നമ്മൾ ഭയങ്കര നെഗറ്റീവ് ആവുന്ന കമൻറ്റ്സ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് പറ്റില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യാമല്ലോ, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന് എന്തെങ്കിലും ചെയ്യാവുന്ന, പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻ സിറ്റുവേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ എക്സ്ട്രാ ചോദിച്ചു കഴിഞ്ഞാൽ ഓ നീ വലിയ താരമാണല്ലേ എന്നുള്ള രീതിയിലുള്ള നോട്ടും അതൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതുകൊണ്ട് എടുക്കാൻ പറ്റുന്നതുകൊണ്ട് നമ്മളൊക്കെ എന്ത് അബദ്ധമായിപ്പോയോ, അതുകൊണ്ട് അതൊരു പ്രശ്നമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു സിജി പ്രദീപ് എന്നുള്ളൊരു നടിക്ക് ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റാത്തതിൽ എനിക്ക് വിഷമമില്ല. ചെയ്തതെല്ലാം ഞാൻ നല്ല കഥാപാത്രങ്ങളാണ് ചെയ്തത്, നല്ല ക്രൂവിൻ്റെ ഒപ്പിയാണ് ചെയ്തിട്ടുള്ളത്, നല്ല അനുഭവങ്ങളേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ ഏതെങ്കിലുമൊക്കെ സിനിമയിൽ മോശം അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും എന്നത് ബാധിക്കാറില്ല. എൻ്റെ ഭാഗം ഞാൻ നന്നായി ചെയ്യുന്നു അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ചില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്ക് എപ്പോഴും ഉണ്ട്. അതിൽ ഹാപ്പിയാണ്.